സച്ചീവസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ബിരുദാനന്ത ബിരുദ പ്രവേശനം 2024-25 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കേരള സർവകലാശാല PG അഡ്മിഷൻ 2024 സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും അതിലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ഡീറ്റെയിൽസും അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ക്യാൻസൽ ആവുമോ, ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ കേരള സർവകലാശാല 1ാം വർഷ ബിരുദ പ്രവേശനത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഓൾറെഡി എല്ലാവരും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് പ്രകാരം വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് ജൂലൈ 30-31 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ കോളേജിൽ പോകേണ്ട ഡേറ്റും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും കാണും. ഇനി വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടയ്ക്കാതെ പോയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോളേജിൽ പോയി ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെയെല്ലാം ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടില്ല. അവരെ ഒഴിവാക്കിയതിന് ശേഷമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് ഡിഫക്റ്റ് മെമ്മോ കിട്ടിയ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഫീസ് അടയ്ക്കാതെ, യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾ, കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ, ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ, ഇത്രയും പേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷൻ കൊടുത്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇനി വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷനില്ല. കേരള യൂണിവേഴ്സിറ്റി PGക്ക് 2 അലോട്ട്മെൻറ്റാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും. അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ പ്രൊസീജിയർ കഴിയുമ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് വരാനായിട്ട് പോകുന്നത്. അതിന് പുതിയ ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നതെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ വിദ്യാർത്ഥികൾ പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. അപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാൻ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും, നിങ്ങൾ ആ കോളേജിൽ ഫീസും അടച്ചിട്ടാണ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്ന വിദ്യാർത്ഥികൾക്ക് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, കോളേജ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഴയ കോളേജിൽ നിന്ന് നിങ്ങളുടെ TCയും സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും വാങ്ങിയിട്ട് പുതിയ കോളേജിൽ വന്ന് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതായത് നേരത്തെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചേഞ്ച് ഒന്നും ഇല്ല എങ്കിൽ, നിങ്ങൾ അന്ന് പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. അല്ല, നിങ്ങൾ ടെമ്പററി ആയിട്ടായിരുന്നു അഡ്മിഷൻ എടുത്തത്, നിങ്ങൾക്കിപ്പോഴും ആ കോളേജ് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ പോയി ഫീസ് അടച്ച് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. അല്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ തുടരാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മാറി വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ സെക്കൻഡ് കിട്ടിയിരുന്ന കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇനി നിങ്ങൾക്ക് പഴയ കോളേജ് തുടരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ടെമ്പററി എന്നുള്ള ഒരു ഓപ്ഷൻ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലില്ല. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ടെമ്പററി തുടരുന്ന വിദ്യാർത്ഥികളെല്ലാം നിങ്ങളുടെ അഡ്മിഷൻ 31-ാം തീയതിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം, പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതിൻ്റെ അവസാന തീയതിയാണ് ജൂലൈ 31 എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഇനി അടുത്തത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നമുക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഓപ്ഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും പുതിയ അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കൃത്യമായിട്ട് വീഡിയോസ് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്